Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചാ? ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും? ഗുഡ് മോർണിംഗ്. കഴിച്ചു. എന്താണ് തിരക്കാണോ കൃഷ്ണ ജയന്തിയായിട്ട്? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത് വായിച്ചു നോക്കിയിരുന്നോ? നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? ഒരാള് പറഞ്ഞേ. മൂന്നായിട്ട്. ഫസ്റ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതില് OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും വരുന്നു. സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അതിൽ തെറാപ്പറ്റിക്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്റിക്സ് ഇതെല്ലാം വരുന്നു. അതിന് തന്നെ രണ്ടാമത്തെ പാർട്ട് ജനറൽ, CSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ്, മോർച്ചറി, ഇത്രയും വരുന്നു. അതിന്റെ തേർഡ് പാർട്ട് ഡയഗ്നോസ്റ്റിക്സ്, ലബോറട്ടറി, റേഡിയോളജി ഒക്കെ അതിൽ വരുന്നു. ഫോർത്ത് വൺ ഇൻഫർമേഷൻ, മെഡിക്കൽ റിസോഴ്സസ്, IT. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? മൂന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ്. ഓക്കെ. അതിനകത്ത് 3 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു അല്ലെ? അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്. ശ്രീലക്ഷ്മി വെരി ഗുഡ് ട്ടാ. മോള് വായിച്ചിരുന്നു അല്ലെ? വായിച്ചു നോക്കിയത്. വായിച്ചു നോക്കി. ഓക്കെ. എല്ലാവരും വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ടൈമിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ടൈമിന് തന്നെ കയറി ജോയിൻ ചെയ്തോളൂ കേട്ടോ. അല്ലാത്തവര് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടല്ലോ. ഓക്കെ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് തുടങ്ങിയിരുന്നു? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിരുന്നു അല്ലെ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ട് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. എന്തൊക്കെയായിരുന്നു അത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, തേർഡ് വൺ എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അതിനകത്ത് നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും 2 ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണത്? OPD, IPD അല്ലെ? അപ്പൊ നമുക്കിനി ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഇനി നമ്മൾ അതിലെ ഫസ്റ്റ് ഡിവിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. അതായത് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലെ? ആ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നതിൽ ഫസ്റ്റ് മെയിൻ ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് മെയിൻ ഡിവിഷൻ ഏതായിരുന്നു? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അല്ലെ? ആ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ വീണ്ടും എന്താണ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഒന്ന് OPD, സെക്കൻഡ് വൺ എന്താണ്? IPD അല്ലെ? OPD എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് OPD എന്ന് പറഞ്ഞാല്? പറയൂ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. OPD എന്താണ്? അശ്വതി കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇനി എന്താണ് IPD എന്ന് പറഞ്ഞാൽ എന്താണ്? IPD അനുശ്രീ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OPD കറക്റ്റ് ആണ്. ഗംഗ കറക്റ്റ് ആണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പോ എന്താണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപേഷ്യൻസ് എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. അനുശ്രീ കറക്റ്റ് ആണ്. അഡ്മിറ്റഡ് ആയിട്ടുള്ള ഗംഗ കറക്റ്റ് ആണ് കേട്ടോ. അഡ്മിറ്റഡ് ആയിട്ടുള്ളത് അല്ലെ? അതായത് ശരിക്കും പറഞ്ഞ എന്താണ് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് ദ പേഷ്യൻസ് എന്താണ് who are admitted to the hospital at least for 24 hours അല്ലെ? in order to receive their medical care and treatment അല്ലെ? അവരുടെ ആ ഒരു ചികിത്സ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പരിചരണത്തിന് വേണ്ടിയിട്ട്, മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 24 അവർ എങ്കിലും, അതായത് ഒരു ദിവസമെങ്കിലും അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന്
പറയുന്നത് അല്ലെ, കിടപ്പ് രോഗികളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഡോക്ടറെ അടുത്ത് അവർ കൺസൾട്ടേഷന് വേണ്ടി വരുന്നതായിരിക്കാം. പക്ഷെ അവരുടെ ആ ഒരു എന്താ പറയാ അസുഖത്തിന്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ചും കൂടെ ഒരു തീവ്രമായ അസുഖമാണ്, അവർക്ക് ഒരു തീവ്രമായിട്ടുള്ള ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു കെയർ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മള് അഡ്മിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നതിലൂടെ എന്തൊക്കെ കിട്ടും, ഒരു ഇൻപേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ കിട്ടും അല്ലെ, കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം കിട്ടും. അതുപോലെ തന്നെ എന്താ പറയാ കുറേയും കൂടെ ഇന്റൻസീവ് കെയർ അവർക്ക് ലഭിക്കും. പിന്നെന്താണ് 24/7 മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസിനെ സംബന്ധിച്ച് അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവരെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. പിന്നെന്താണ്, അവർക്ക് കുറേയും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ലഭിക്കും. ഇങ്ങനെയാണ് ഇൻപേഷ്യൻസിന്റെ കാര്യം അല്ലെ. ഇനി അപ്പൊ ഇൻപേഷ്യന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റില് നമ്മൾ ആദ്യം പറയുന്നത് ഇൻപേഷ്യന്റ് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ബൈ ദീസ് ടു ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം സേവനങ്ങളാണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കി രണ്ടായിട്ടാണ് ടാബുലർ കോളം നോക്കുക കേട്ടോ, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ച്, ക്ലാസിഫൈ ചെയ്യല്ല രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ടാബുലർ കോളത്തിനകത്ത്. ഒന്നാമത്തെ എന്താണ്, ഇൻ പേഷ്യന്റ് സർവീസസ് അല്ലെ. നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തു, ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. അതിൽ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങൾ നമുക്ക് ഇൻ പേഷ്യന്റ് സർവീസസ് എന്ന് പറയാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളെ ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്നും പറയാം. മനസ്സിലായല്ലോ. ഇനി എന്തെല്ലാം സർവീസുകളാണ് ഇവര് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇൻപേഷ്യന്റ് സർവീസസ് നോക്കാം അല്ലെ. ഇൻപേഷ്യന്റ് സർവീസസ് എന്തെല്ലാമാണ്, ഒന്ന് ആദ്യത്തെ നോക്കിയേ. ഫസ്റ്റ് എന്താണ്, പേഷ്യന്റ് റൂംസ് അല്ലെ, പേഷ്യന്റിനായിട്ടുള്ള റൂംസുകൾ. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നു, ചിലപ്പോൾ അവരുടെ ആ ഒരു അസുഖത്തിന്റെ തരം അനുസരിച്ച് അവരോട് ഡോക്ടർ അഡ്മിറ്റ് ആവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അഡ്മിറ്റ് ആയി കഴിയുമ്പോഴോ ചില പേഷ്യൻസ് എന്ത് ചെയ്യും, ചില റൂംസ് ആയിരിക്കും അവർ ഡിമാൻഡ് ചെയ്യുക അല്ലെ. റൂം അവര് ഡിമാൻഡ് ചെയ്യും. എല്ലാ പേഷ്യൻസ് റൂം ഡിമാൻഡ് ചെയ്തോളന്നില്ല കേട്ടോ. അപ്പൊ ചിലവർ അവരുടെ ഒരു പ്രൈവസി നോക്കിക്കൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവര് ചിലപ്പോൾ റൂം ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ റൂം പ്രിഫർ ചെയ്യുന്നവർക്ക് എന്ത് അവൈലബിൾ ആക്കി കൊടുക്കണം, റൂംസ് അവൈലബിൾ ആക്കി കൊടുക്കണം അല്ലെ. അതൊരു സേവനമാണ്, ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന ഒരു സേവനമാണ് എന്തെന്ന് പറയുന്നത്, പേഷ്യന്റ് റൂംസ് അല്ലെ, പേഷ്യന്റ് റൂംസ്. ഓക്കെ. രണ്ടാമത്തത് എന്താണ്, പേഷ്യന്റ് വാർഡ്സ് അല്ലെ. പേഷ്യന്റുകൾക്ക് വാർഡ്സ് എന്താണ് ഒരു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് റൂം ആയിരിക്കില്ല അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറെ റൂം എടുക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് അല്ലെ, പൈസ ചെലവുണ്ട്. അപ്പൊ ചില രോഗികൾ എന്താ പറയാ, വാർഡ് തന്നെ മതി എന്ന് അവർ പറയും അല്ലെ, വാർഡായിരിക്കും അവർ പ്രിഫർ ചെയ്യുക. പിന്നെ മാത്രമല്ല വലിയ സാംക്രമിക രോഗങ്ങളൊന്നും അല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രോഗങ്ങളാണെങ്കിൽ അവർക്ക് വാർഡ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതി. അപ്പൊ വാർഡ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ 5 or 6 ബെഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഓരോ ബെഡുകൾക്കിടയിലും ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അത്യാവശ്യം എന്താണ് ഈ രോഗിക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പും ഓരോ ബെഡിന്റെ അടുത്തായിട്ട് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാലോ വാർഡ്സ് എന്താണുള്ളത്. അപ്പോ പേഷ്യന്റ് വാർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU അല്ലെ. എന്താണ്, തീവ്ര പരിചരണ വിഭാഗം. ഇപ്പോ ഇൻപേഷ്യൻസ് ആയിട്ടിരിക്കുന്ന ആളുകൾ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ അവരുടെ രോഗം മൂർച്ഛിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവര് ഉടനെ തന്നെ എന്ത് ചെയ്യും, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. കുറേയും കൂടെ ഒരു തീവ്ര പരിചരണത്തിന് വേണ്ടിയിട്ട് അവര് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് അഥവാ ICUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന മറ്റൊരു സേവനമാണ് എന്തെന്ന് പറയുന്നത്, ICU അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്ലിയർ ആണല്ലോ. പിന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. എന്റെ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഇൻപേഷ്യൻ സർവീസ് അല്ലേ. ഇപ്പോ സർജറി അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസോ വേണ്ടി വരുന്നവർക്ക് എന്തുണ്ടായിരിക്കണം, ഓപ്പറേഷൻ തിയേറ്റർ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അതൊരു ഇൻപേഷ്യന്റ് സർവീസ് ആണ്. പിന്നെന്താ പറയുന്നത്, ലേബർ റൂംസ് അല്ലെ, ലേബർ റൂംസ്. പിന്നെന്താണ്, മെറ്റേണിറ്റി വാർഡ്സ്. മെറ്റേണിറ്റി വാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസവ വാർഡുകളാണ് അല്ലെ, പ്രസവ വാർഡുകളാണ്.
ഇപ്പോ ലേബർ റൂമിൽ പോകുന്നു, പിന്നെ ആ ഡെലിവറി കഴിഞ്ഞാലും അമ്മയും കുഞ്ഞുമായിട്ട് രണ്ടായിട്ട് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അവരെന്തായിരിക്കും, അവരെ മെറ്റേണിറ്റി വാർഡ്സിലോട്ടായിരിക്കും മാറ്റുക അല്ലെ. സാധാരണ ഒരു ജനറൽ വാർഡിലേക്കാണോ അമ്മേനും കുഞ്ഞിനെ മാറ്റുക? ഇല്ല അല്ലെ. അവർക്കൊരു പ്രൈവസി വേണം അല്ലെ. കുഞ്ഞിനെ ഇപ്പൊ ഫീഡ് ചെയ്യണം, അത് മാത്രമല്ല പ്രസവാനന്തര പല ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും മറ്റുമായിട്ട് അവർക്കൊരു പ്രൈവസി വേണം. അപ്പൊ അവരെന്തായിരിക്കും ഓപ്റ്റ് ചെയ്യുക? മറ്റേണിറ്റി വാർഡ്സുകളായിരിക്കും ഓപ്റ്റ് ചെയ്യുക അല്ലെ. പ്രസവ വാർഡുകൾ ഉണ്ടായിരിക്കും. എന്താണ് ജോഷ്നി? ജോഷ്നിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ അല്ലേ? അപ്പോ മെറ്റേണിറ്റി വാർഡ്സ് എന്താണ്? പ്രസവ വാർഡുകളാണ് അല്ലെ. അപ്പൊ അവിടേക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരിക്കോ? ഇല്ല, ജസ്റ്റ് അവരെ കാണാൻ പോവുക, അത്രയേ ഉള്ളൂ അല്ലെ. കാര്യം എന്താണ്? പ്രസവശേഷം ഉണ്ടാകുന്ന പ്രസവാനന്തര ചികിത്സയും അതോടൊപ്പം തന്നെ എന്താണ്, അമ്മയ്ക്കും കുഞ്ഞിന് ഒരു പ്രൈവസിയൊക്കെ ആവശ്യമുള്ള സമയമാണ്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി കൊടുക്കുന്ന ഒരു സർവീസ് ആണെന്ത്? മെറ്റേണിറ്റി വാർഡ്സ് അല്ലെ, പ്രസവ വാർഡുകൾ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഇൻ പേഷ്യന്റ് സർവീസസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇൻപേഷ്യന്റ് സർവീസസ് ആയിട്ട് സാധാരണ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? എന്തൊക്കെ സേവനങ്ങളാണ്? ഒന്ന് പേഷ്യന്റ് റൂംസ്, രണ്ടാമത്തത് പേഷ്യന്റ് വാർഡ്സ്, പിന്നെന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU, പിന്നെന്താണ് ഓപ്പറേഷൻ. എന്താണ് മുഹസിന? ഓക്കെ. മുഹസിന, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ആണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ മുഹസിന. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഒരു ഫസ്റ്റ് പേജ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് തൊട്ട് തന്നെയാണ് അതിന്റെ ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കിട്ടിയല്ലോ? ചാപ്റ്റർ നമ്പർ 5 കേട്ടോ, 5ാമത്തെ ചാപ്റ്റർ ആണ്, മൊഡ്യൂൾ 1 ചാപ്റ്റർ ആണ് കേട്ടോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ. അപ്പോ എന്തെല്ലാം ഇൻ പേഷ്യന്റ് സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഒന്നാമത്തത് പേഷ്യന്റ് റൂംസ്, പിന്നെ ഓക്കെ ജോഷ്ലി, ഗുഡ് മോർണിംഗ് ട്ടാ, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്താണ് പേഷ്യന്റ് റൂംസ്, പിന്നെ പേഷ്യന്റ് വാർഡ്സ്, പിന്നെന്തായിരിക്കും ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂംസ്, മെറ്റേണിറ്റി വാർഡ്സ്. ഇതാണ് ഇൻ പേഷ്യൻസിനായിട്ട് കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് പോവാം. ഔട്ട് പേഷ്യന്റ് സർവീസസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസസ്? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. എന്താണ് അവധിയായിട്ടാണോ? കുറെ പേരൊക്കെ, ഒരുപാട് കുട്ടികൾ കുറവാണല്ലോ. 64 പേര് മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്താണ്, വീട്ടിലെ തിരക്കായിട്ടാണോ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇൻപേഷ്യന്റ് സർവീസസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് അല്ലെ. ഔട്ട് പേഷ്യന്റ് അതായത് എന്താണ്, പുറത്തുനിന്ന് ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്ത് മരുന്ന് മേടിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി അവർക്കായിട്ട് എന്തൊക്കെ സേവനങ്ങളാണ് ഒരു ഹോസ്പിറ്റലിൽ നൽകുന്നത്? ഒത്തിരി സേവനങ്ങളുണ്ട്. ഈ ഓരോരോ സേവനങ്ങളും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങളും കൂടെ വായിക്കണം കേട്ടോ. എന്തൊക്കെ ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ്? ഫസ്റ്റ് വൺ കാഷ്വാലിറ്റി, പിന്നെ കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ആൻഡ് ത്രോട്ട് അതായത് ENT അല്ലെ. പിന്നെന്താണ് ജെറിയാട്രിക്സ്, ഗൈസ്ട്രോ എന്ററോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്ട്രെറ്റിക്സ്, പീഡിയാട്രിക്സ്, പിന്നെന്താണ് ന്യൂറോളജി, ഓങ്കോളജി, ഒഫ്താൽമോളജി. വായിച്ചോ നിങ്ങള്? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഓരോന്നൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. വായിച്ചിട്ട് ഇതെല്ലാം തന്നെ ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് റിലേറ്റഡ് ടു വാട്ട്, എന്തൊക്കെ ആയിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുക എന്നൊരു ഐഡിയ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാന്നുള്ളത് വായിക്കൂട്ടോ. വായിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കാം ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഒന്ന് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഫസ്റ്റ് എന്താണ്? കാഷ്വാലിറ്റി അല്ലെ. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
അത്യാഹിത വിഭാഗം അല്ലെ? കാഷ്വാലിറ്റി എന്താണ്? അത്യാഹിത വിഭാഗം, അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം അല്ലെ? അതെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. കാര്യം നമുക്ക് എന്ത് അസുഖങ്ങളും എമർജൻസി ആയിട്ട് വരുമ്പോൾ, ഒരു നെഞ്ചുവേദന വരികയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വരികയാണ്, എന്തും വരാം അല്ലെ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓടിപ്പോകുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും? ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അല്ലെ? അത്യാഹിത വിഭാഗത്തിലേക്കായിരിക്കും. അല്ലാതെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണോ നമ്മൾ ചെയ്യുക? അല്ല, നേരിട്ട് നമ്മൾ അതേ തന്നെ സീരിയസ് ആയിട്ട് അല്ലെ, എമർജൻസി ആയിട്ട് വരുന്ന ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ ആദ്യം തന്നെ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? അത്യാഹിത വിഭാഗമാണ്. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. ഇനി അറിയാവുന്നവര് എഴുതി വെച്ചോളണമെന്ന് നിർബന്ധമില്ല കേട്ടോ, കാര്യം ഇതൊക്കെ അറിയുന്നവരുണ്ടാവും. അപ്പോ ജസ്റ്റ് ഞാനൊരു സെന്റൻസ് പറയാം, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം കേട്ടോ. ഞാൻ പറയാണ്, ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി എന്താണെന്നാണ് കേട്ടോ പറയുന്നത്. കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലം ഓഫ് patients who have brought by an ambulance in an emergency. കിട്ടിയോ നിങ്ങൾക്ക്? ഒന്നുകൂടെ വായിക്കാം. കാഷ്വാലിറ്റി എന്ന് പറയുന്നത് the department handles the problems of patients who have brought by an ambulance in an emergency. അതായത് അടിയന്തര സാഹചര്യങ്ങളില് എന്താ പറയാ, ആംബുലൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി അഥവാ അത്യാഹിത വിഭാഗം. നമ്മൾ എന്തുകൊണ്ടാ ആംബുലൻസ് എന്ന് എടുത്തു പറയാൻ കാരണം, ആംബുലൻസിൽ മാത്രം കൊണ്ടുവരുന്നവരല്ലാട്ടോ, എമർജൻസി സിറ്റുവേഷനിൽ ഏത് വാഹനത്തിൽ കൊണ്ടുവരുന്നവരെ ആയാലും നമുക്ക് അവിടെ കെയർ കൊടുക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആംബുലൻസ് എന്ന് എടുത്തു പറയാൻ കാരണം? എന്താണ്? അത്രയും എമർജൻസി ആയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലെ? അനുശ്രീ, ഞാൻ ഇതൂടെ പറയാം, കേട്ടോളൂ കേട്ടോ. കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ്, കൈകാര്യം ചെയ്യുന്നത് കേട്ടോ, ഹാൻഡിൽസ് ദ പ്രോബ്ലം ഓഫ് പേഷ്യൻസ് who have brought by an ambulance in an emergency. The department handles the problem of patients who have brought by an ambulance in an emergency. Clear ആയോ? ഇത് അറിയുന്നവർ എഴുതി വെക്കണമെന്നില്ല കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒരു സെന്റൻസ് എഴുതി വെച്ചോളൂ. ഇവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഇപ്പൊ കാഷ്വൽ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് അതേ കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഗംഗതയെ എഴുതിയിട്ടുണ്ട്, കിട്ടാത്തവർ അതിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേംസ് ഞാൻ പരിചയപ്പെടുത്തുന്നു മാത്രം കേട്ടോ. എഴുതി വെച്ചോളൂ. ഇനി അടുത്തത് എന്തായിരുന്നു? കാർഡിയോളജി. അത് നിങ്ങൾക്കറിയാം അല്ലെ? എന്തായിരിക്കും കാർഡിയോളജി എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? അതെ, കറക്റ്റ്, ഹാർട്ട് അല്ലെ? ശ്രീലക്ഷ്മിയൊക്കെ സീതു കറക്റ്റ് ആണ്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? അതായത് ഹൃദയ ചികിത്സയും രോഗനിർണയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതെ, അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് കാർഡിയോളജി? ദ ഡിപ്പാർട്ട്മെന്റ്, എഴുതിക്കോളൂ കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് deals with diseases and defects of the heart. ഒന്നുകൂടെ വായിക്കാം. സിമ്പിൾ സെന്റൻസ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. കാര്യം എന്താ, നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് ഡിസീസസ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് ദ ഹാർട്ട്. മനസ്സിലായല്ലോ? അതായത് ഹൃദയ രോഗങ്ങളും അല്ലെ, ഹൃദ്രോഗങ്ങളും അതിന്റെ ചികിത്സയും രോഗനിർണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? കാർഡിയോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി? എന്തായിരിക്കും ഡെർമറ്റോളജി എന്ന് പറഞ്ഞാല്? ശ്രീലക്ഷ്മി, ശ്രുതി എല്ലാവരും കറക്റ്റ് ആണല്ലോ പറയുന്നത്. സ്കിന്നാണ്, അറിയാം അല്ലെ? ഡെർമറ്റോളജി സ്കിന്ന് മാത്രമല്ല കേട്ടോ, അതിനകത്ത് നമ്മുടെ തലമുടി വരും, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നഖം, അതൊക്കെ വരും കേട്ടോ. സ്കിന്ന് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്.
സ്കിന്ന് മാത്രമല്ല, സ്കിന്ന് അതുപോലെ തന്നെ ഹെയർ, നെയിൽസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും രോഗനിർണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ രോഗചികിത്സയുമായിട്ടൊക്കെ അതേതെന്താ കറക്റ്റ് ആണ് കേട്ടോ. സ്കിന്ന്, ഹെയർ, നെയില്, ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ടതാണ് എന്ത് ഡിപ്പാർട്ട്മെന്റ്. ഹസ്ന കറക്റ്റ് ആണ് കേട്ടോ, ഞാൻ വായിച്ചു കേട്ടോ. ത്വക്ക് രോഗം കറക്റ്റ് ആണ്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഡെർമറ്റോളജി എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ്? സ്കിന്ന് വരും, ഹെയർ വരും, നെയില് വരും കേട്ടോ. ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചികിത്സാ വിഭാഗമാണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അറിയാവുന്നവര് എഴുതണമെന്നില്ല കേട്ടോ, ഞാൻ പ്രത്യേകം പറയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം എന്നുള്ളവർ എഴുതി വെച്ചോ. ചിലർ ലെക്ചർ നോട്ട് പോലെയൊക്കെ എഴുതുന്നുണ്ടാവും കേട്ടോ. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാല് ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് എന്ന് വെച്ചാൽ എന്താണ്? ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. കൺസേൺഡ് വിത്ത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്കിൻ, ഹെയർ, നെയിൽസ്, ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഒന്നുകൂടെ വായിക്കാം. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്, ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ സ്കിന്ന്, ഹെയർ, നെയിൽസ് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങളുടെ രോഗനിർണയവും അതുപോലെ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമുക്കറിയാലോ ENT, നമ്മൾ പറയാറില്ലേ ENT, ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ENT എന്ന് പറഞ്ഞാല് മെഡിക്കൽ സ്പെഷ്യാലിറ്റി, എഴുതിക്കോളൂ കേട്ടോ. മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ, അത് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഫോക്കസസ് ഓൺ, FOCUSES കേട്ടോ, ഫോക്കസ് ചെയ്യാം. ദാറ്റ് ഫോക്കസസ് ഓൺ ഇയേഴ്സ് അല്ലെ, ചെവി, അതുപോലെ തന്നെ നോസ് അല്ലെ, മൂക്ക്, പിന്നെന്താണ്? ആൻഡ് ത്രോട്ട്, തൊണ്ട. ഓക്കെ, ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് ENT എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം. ഓക്കെ, കിട്ടിയില്ലേ? നെക്സ്റ്റ് പറയാണ് കേട്ടോ. എന്താണ്? ജെറിയാട്രിക്സ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പേര് അല്ലെ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിനകത്ത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ പറയുമ്പോൾ ജെറിയാട്രിക് കെയർ സെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചിരുന്നു അല്ലെ. ക്ലാസ് കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും. എന്താണ്? വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ എന്താണ് കൈകാര്യം ചെയ്യുന്ന അതേ ആര്യം. കറക്റ്റ് ആണ്, വാർദ്ധക്യ സഹജമായിട്ട് കേട്ടോ. കറക്റ്റ് ആണ്, ജെറിയാട്രിക്സ്. നമ്മൾ ഈ ടേം കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജെറിയാട്രിക്സ് എന്ന് അതെ ശ്രീലക്ഷ്മി, ശരണ്യ മോളൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എഴുതി വെച്ചോളൂ. ജെറിയാട്രിക്സ് എന്ന് പറയുന്ന സിമ്പിൾ സെന്റൻസേ പറയുന്നുള്ളൂ. കാര്യം നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് എഴുതി വെച്ചോളൂ. എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ the care of older adults, അതായത് പ്രായമായിട്ടുള്ള ആളുകൾ കേട്ടോ. ഈ പറഞ്ഞ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ജെറിയാട്രിക്സ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ കെയർ ഓഫ് ഓൾഡർ അഡൾട്ട്സ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. എന്താണ്? ഗാസ്ട്രോ എൻറ്ററോളജി. എന്താണ്? ഗാസ്ട്രോ എൻറ്ററോളജി. എന്തായിരിക്കും ആ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എന്തായിരിക്കും ഗാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുമ്പോൾ? അത് തന്നെ, നൗസിയ കറക്റ്റ് ആണ്. സ്റ്റൊമക്ക് അല്ലെ. അതെ, സ്റ്റൊമക് പ്രോബ്ലംസ്, സ്റ്റൊമക്ക് അതുപോലെ ലിവർ പ്രോബ്ലംസ് ഒക്കെ അതിനകത്ത് വരും കേട്ടോ. ആമാശയ സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങളുടെ ചികിത്സയും രോഗനിർണയമൊക്കെ ആയിട്ട് ജോഷിനി കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റൊമക്ക് തന്നെ. അപ്പോ അതെല്ലാമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് ഗാസ്ട്രോ എൻറ്ററോളജി. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോളൂ. ഗാസ്ട്രോ എൻറ്ററോളജി എന്ന് പറഞ്ഞാല് മെഡിക്കൽ സ്പെഷ്യാലിറ്റി that focuses on the health of the
the health of the digestive system and liver കേട്ടോ. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയം, സ്റ്റൊമക്ക് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഹെൽത്ത് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ലിവർ, അല്ലെ? അപ്പൊ ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതിന്റെ രോഗനിർണയവും ചികിത്സയായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അടുത്ത എന്താണ്? ജനറൽ സർജറി. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ? സർജറി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? ജനറൽ ആയിട്ടുള്ള എല്ലാ സർജറികളും ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ജനറൽ സർജറി. ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ജനറൽ സർജറി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ? സർജറി ചെയ്യുന്ന ഒരു പ്രത്യേക യൂണിറ്റ് ആണ്. സോ സർജിക്കൽ സ്പെഷ്യാലിറ്റി എഴുതിക്കോളൂ കേട്ടോ. സർജിക്കൽ സ്പെഷ്യാലിറ്റി that deals with a wide range of ailments. AILMENTS ailment. ഈ വാക്ക് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? അസുഖങ്ങൾ അല്ലെ? രോഗങ്ങളെയാണ് നമ്മൾ ailments എന്ന് പറയുന്നത് കേട്ടോ. With a wide range of ailments എഴുതിയോ? and conditions affecting the body. ഒന്നുകൂടെ വായിക്കാം. ജനറൽ സർജറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് എയിൽമെന്റ്സ് ആൻഡ് കണ്ടീഷൻസ് അഫക്റ്റിംഗ് ദ ബോഡി. മനസ്സിലായല്ലോ? അതായത് ബോഡിയെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള അസുഖങ്ങളും കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സർജറി അല്ലെ? സ്പെഷ്യൽ സർജറി ഒക്കെ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അഥവാ മെഡിക്കൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജനറൽ സർജറി എന്ന് പറയുന്നത്. അതൊരു ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ്. കേട്ടല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമുക്കറിയാം. അതിലിപ്പോ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഹെമറ്റോളജി. എന്തായിരിക്കും ഹെമറ്റോളജി? എന്താണ്? ബ്ലഡ് അല്ലെ? എന്താണ്? മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് അറിയാലോ. മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഇൻവോൾവ്സ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റിംഗ് ബ്ലഡ് ആൻഡ് ബോൺ മാരോ ഡിസോർഡേഴ്സ്. എഴുതി വെക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എഴുതി വെക്കണമെന്നില്ല. അറിയാലോ? ഹെമറ്റോളജി ആണ് റിലേറ്റഡ് ബ്ലഡ് കേട്ടോ. ഓക്കെ. അപ്പൊ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അറിയാവുന്നതാണല്ലോ. പിന്നെ അടുത്തതാണ് എന്ത്? ഒബ്സ്ട്രെക്റ്റിക്സ്. എന്താണ്? ഒബ്സ്ട്രെക്റ്റിക്സ്. എന്താണ് ഒബ്സ്ട്രെക്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രസവം. കറക്റ്റ് ആണ് കേട്ടോ. പ്രസവ ചികിത്സയുമായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു വൈദ്യശാസ്ത്ര ശാഖ അല്ലെ? ഈ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സ്ട്രെക്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. കുറെ പേർക്കൊക്കെ അറിയാവുന്നതാണ് കേട്ടോ. എഴുതി വെച്ചോളൂ. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് ഒബ്സ്ട്രെക്റ്റിക്സ് എന്ന് പറഞ്ഞാല്? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. എഴുതിക്കോളൂ കേട്ടോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ, അത് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഫോക്കസസ് ഓൺ വിമൻസ് ഹെൽത്ത് ഇൻക്ലൂഡിങ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? പ്രഗ്നൻസി അല്ലെ? ഗർഭധാരണം, പ്രഗ്നൻസി. പിന്നെ ചൈൽഡ് ബർത്ത് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. കിട്ടിയല്ലോ? എന്താണ് ഒബ്സ്ട്രെക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ വിമൻസ് ഹെൽത്ത് അല്ലെ? സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻക്ലൂഡിങ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. കിട്ടിയല്ലോ? ഗൈനക്കോളജി വരും കേട്ടോ. ശ്രുതി ഗൈനക്കോളജി അതിനകത്ത് വരും. നമ്മൾ ശരിക്കും ഒബ്സ്ട്രെക്റ്റിക്സിന്റെ ഗൈനക്കോളജി എന്നാണ് സാധാരണ പറയാറ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഗൈനക്കോളജി ആവുമ്പോൾ കുറെ കൂടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതും വരും കേട്ടോ. ഇത് രണ്ടും ഒരുമിച്ചാണ് പൊതുവെ പറയാറ്. ഒബ്സ്ട്രെക്റ്റിക്സ് വിത്ത് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട് രണ്ടും പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് ലാസ്റ്റത്തെ പറയാമോ? പറയാം. ഒബ്സ്ട്രെക്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. കേൾക്കുക. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ വിമൻസ് ഹെൽത്ത്
അതാണ് ചോദിച്ചത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വിമൻസ് ഹെൽത്ത് ഇൻക്ലൂഡിംഗ് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഒബ്സ്ട്രക്റ്റിസം എന്താന്നുള്ളത് ക്ലിയർ ആയി. ജസ്റ്റ് പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയണം കേട്ടോ. അതിന് വേണ്ടി ജസ്റ്റ് പറയുന്നുള്ളൂ. കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്തുണ്ട്. അടുത്തതാണ് എന്താണ് മുഹസിന്? ഹെമറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. അതായത് ബ്ലഡിലും രക്തവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും അതുപോലെ ഡിസോർഡേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ്സ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് diagnosing and treating blood and bone marrow disorders. ഹെമറ്റോളജി എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പറയുന്ന അറിവുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് എടുത്തു പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒബ്സ്ട്രക്റ്റിക്സ് കഴിഞ്ഞു. പിന്നെ എന്തായിരിക്കും? പീഡിയാട്രിക്സ്. അത് എല്ലാവർക്കും അറിയാം അല്ലെ? പീഡിയാട്രിക്സ് എന്തായിരിക്കും? ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ശിശുരോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗമായിരിക്കും പീഡിയാട്രിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ ആൻസർ ചെയ്യുന്നത്. ഞാൻ കാണുന്നുണ്ട്. അപർണ, ഗംഗ കാണുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആണ്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ the health and care of children from birth to young. അതായത് അവർ ജനിക്കുന്നത് മുതൽ ഒരു യങ് ആവുന്ന ഒരു കാലഘട്ടം വരെയുള്ള ആ കുട്ടികളുടെ ചികിത്സ അല്ലെ? കുട്ടികളുടെ രോഗവും അതുപോലെ തന്നെ ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ പീഡിയാട്രിക്സ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഹെൽത്ത് ആൻഡ് കെയർ ഓഫ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു യങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് നെക്സ്റ്റ് വിഭാഗം ഏതാണ്? ന്യൂറോളജി അല്ലെ? ന്യൂറോളജി എന്തായിരിക്കും? അതെ, പ്രീതി കറക്റ്റ്. റിലേറ്റഡ് ടു നെർവ്സ്, ബ്രെയിൻ അല്ലെ? ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. കറക്റ്റ് ആണ്. എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. ജസ്റ്റ് എഴുതി വെച്ചോളൂ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ അറിയാവുന്നവരെ എഴുതി വെക്കണമെന്നില്ല കേട്ടോ. അറിയാവുന്നവരെ എഴുതി വെക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയാണ്, ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് the study and treatment of disorders of the nervous system. കിട്ടിയോ? ന്യൂറോളജി നാഡീ സംബന്ധമായിട്ടുള്ള ചികിത്സാ വിഭാഗമാണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ concerned with the study and the treatment of disorders of the nervous system. കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ അതും നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത വിഭാഗം ഏതാണ്? ഓങ്കോളജി. അതും അറിയാം നിങ്ങൾക്ക് അല്ലെ? എന്താണ്? അതെ വിസ്മിത, പ്രീതി, നൗസിയ, സുമിയൊക്കെ പറയുന്നുണ്ട്. ശ്രീലക്ഷ്മി ക്യാൻസർ. അതന്നെ, ക്യാൻസർ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ്? ഓങ്കോളജി എന്ന് പറയുമ്പോൾ എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത്. എഴുതി വെച്ചോളൂ. ഓങ്കോളജി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി that concerned with diagnosing, treating and preventing cancer. Of course നിങ്ങൾക്ക് അറിയാം കേട്ടോ. Is a medical specialty that concerned with the diagnosing, treating and preventing cancer. Oncology. Okay. Then next one എന്താണ്? Ophthalmology. അറിയാം, നിങ്ങൾക്ക് അറിയാം, പറഞ്ഞോളൂ. Ophthalmology എന്താണ്? അതെ, കറക്റ്റ്. ശ്രീലക്ഷ്മി, പർവീൻ, ശരണ്യ, ബിസ്മിത, അപർണ, ജോഷ്നി, സുമി, ശ്രീലക്ഷ്മി, ഗംഗ കറക്റ്റ് ആണ് കേട്ടോ. ആതിര, എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ. ഐ റിലേറ്റഡ് ആണ് അല്ലെ? ഐ റിലേറ്റഡ് ആണ്. എഴുതി വെച്ചോളൂ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് പ്രീതി കണ്ടു. കറക്റ്റ് ആണ് കേട്ടോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ ഡിസോർഡേഴ്സ്
ഐ ഡിസോർഡേഴ്സ്. കേട്ടോ, കിട്ടിയല്ലോ. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ കൺസേൺഡ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഐ ഡിസോർഡേഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് ഒഫ്താൽമോളജി അല്ലെ. നേത്ര സംബന്ധമായിട്ടുള്ള ചികിത്സാ വിഭാഗമാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ, ഇനിയില്ലേ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. പൾമണോളജി ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ട് എല്ലാം ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. അതെല്ലാം ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ ടാബുലാർ കോളത്തിനകത്ത് ഇത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ നെഫ്രോളജിയും ഗൈനക്കോളജിയും പൾമണോളജിയും ഒക്കെ പ്രത്യേകം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ സർവീസസ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായി തിരിച്ചിരുന്നു, IPD ആൻഡ് OPD. പിന്നെ നമ്മൾ കണ്ടു വാട്ട് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് ബൈ ദീസ് ടു ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇൻപേഷ്യന്റ് സർവീസസിൽ 6 സേവനങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. പേഷ്യന്റ് റൂംസ്, വാർഡ്സ്, ICU, അതുപോലെ ലേബർ റൂം, മെറ്റേണിറ്റി വാർഡ്സ്, ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ ഔട്ട് പേഷ്യന്റ് സർവീസസ് കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി അല്ലെ, സ്കിന്ന് ഹെയർ നെയിലായിട്ട് ബന്ധപ്പെടുന്ന ഡെർമറ്റോളജി, പിന്നെ ENT ആ പേരിൽ തന്നെയുണ്ട്. ജെറിയാട്രിക്സ് എന്താണ്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ചികിത്സ, അത്തരം രോഗങ്ങളെ ഡീൽ ചെയ്യുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ജനറൽ സർജറി അല്ലെ, സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെമറ്റോളജി കേട്ടോ, ബ്ലഡും ബ്ലഡ് ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ ബന്ധപ്പെടുന്ന ചികിത്സാ വിഭാഗം. ഒബ്സ്ട്രറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രസവ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെ പീഡിയാട്രിക്സ് കുട്ടികളുടെ അല്ലെ, കുട്ടികളുടെ ചികിത്സാ വിഭാഗം അഥവാ ശിശുരോഗ ചികിത്സാ വിഭാഗം. ന്യൂറോളജി എന്താണ്, നാഡീസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓങ്കോളജി ക്യാൻസർ, ഒഫ്താൽമോളജി നേത്ര ചികിത്സാ വിഭാഗം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പ്രത്യേകം എടുത്ത് തന്നെ അവർ പറഞ്ഞേക്കാണ്. നമുക്കറിയാവുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്? ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് people come to the hospital only for a consultation and not admission. അല്ലെ, അഡ്മിഷന് വരുന്നത് ഏതാണ്? IPD ആണ് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ആളുകൾ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടല്ല, നോട്ട് ഫോർ അഡ്മിഷൻ അല്ലെ. പിന്നെ എന്താണ്, the patients seek for medical advice from a medication for them to take for a certain period of time അല്ലെ. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു മരുന്നിൽ നിന്നുമാണ് അവരൊരു വൈദ്യസഹായം തേടുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമുക്കൊരു പനിയോ ചുമയോ ജലദോഷമൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഡോക്ടർ നമുക്കൊരു 2, 3 അല്ലെങ്കിൽ 3, 4 ദിവസത്തേക്കുള്ള മരുന്നുകൾ നമുക്ക് എഴുതി തരും അല്ലെ. ആ മരുന്നിലൂടെയാണ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നമ്മളോട് എന്ത് പറയും? ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫോളോ അപ്പിന് വരാനായിട്ട് പറയും. പൊതുവെ നമ്മൾ മാറി കഴിയുമ്പോൾ പിന്നെ ഡോക്ടറെ കാണാനായിട്ട് പോവാറുണ്ട്. പക്ഷെ ഡോക്ടർ നമ്മളോട് പറയാറുണ്ട് അല്ലെ, സജസ്റ്റ് ചെയ്യാറുണ്ട്, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണും കേട്ടോ എന്ന് പറയാറില്ലേ ഡോക്ടർ നമ്മുടെ അടുത്ത്? അത് തന്നെ സംഭവം. അപ്പൊ നോക്കിയേ, പേഷ്യൻസ് സീക്ക് ഫോർ മെഡിക്കൽ അഡ്വൈസ് ഫ്രം എ മെഡിക്കേഷൻ. മെഡിക്കേഷൻ എന്ന് വെച്ചാൽ മെഡിസിൻ തന്നെയാണ് കേട്ടോ. ഫോർ ദം ടു ടേക്ക് ഫോർ എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. പിന്നെന്താണ്, ദ പേഷ്യൻസ് ആർ ദെൻ ആസ്ക്ഡ് ടു കം ബാക്ക് ഫോർ എ ഫോളോ അപ്പ് അല്ലെ. ഡോക്ടർ നമ്മളോട് പറയും എന്താണ്, ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഡോക്ടർ നമ്മളോട് തിരികെ വന്ന് കാണാനായിട്ട് ആവശ്യപ്പെടുന്നു. The patient's treatment within the boundaries of the hospital lasts only a day. ശരിയാണ് അല്ലെ. എന്താണ് ഔട്ട് പേഷ്യന്റിന്റെ പ്രത്യേകത? The patient's treatment within the boundaries of the hospital lasts only a day അല്ലെ. അതായത് ആശുപത്രി പരിധിക്കുള്ളിലുള്ള ഒരു രോഗിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ കൂടി വന്ന എത്ര നേരം മാത്രമാണ്? ഓൺലി എ ഡേ അല്ലെ, ഒരു പകൽ സമയം. അത്ര മാത്രമാണ് രോഗി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് OPD എന്ന് പറയുന്നത്. അഡ്മിഷൻ എടുക്കുന്നില്ലല്ലോ, ഡോക്ടർ വരുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മെഡിസിൻസ് വാങ്ങിയിട്ട് അവർ പോകുന്നു തിരിച്ച് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ അല്ലെ. ഒരു പകൽ സമയത്ത് ഒരു പ്രത്യേക എന്താണ് ടൈമിലേക്ക് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ പ്രത്യേക സമയം വരെയാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് അല്ലെ. അല്ലാണ്ട് 24 hours പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണോ? ഇപ്പൊ കാഷ്വാലിറ്റി ഒക്കെ ആണെങ്കിൽ, അത്യാഹിത വിഭാഗമൊക്കെ ആണെങ്കിൽ 24 hours റൺ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണോ? അല്ല.
അത് പകൽ സമയത്ത് ഒരു പ്രത്യേക സമയം വരെ അവർ പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മളായാലും ഒരു എങ്ങനെയാണ് ഡോക്ടറെ കാണാനായിട്ട് പിന്നെ ഡോക്ടറെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യും, അപ്പോയിന്റ്മെന്റ് എടുത്തു വെക്കും. എന്നിട്ട് ആ ഡോക്ടർ ഏകദേശം ആ ടൈം അവർ പറയും 10 തൊട്ട് 12 മണി വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഔട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യും അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, പകൽ സമയത്ത് ഒരു പ്രത്യേക സമയം വരെ മാത്രമാണ് എന്ത് പ്രവർത്തിക്കുന്നുള്ളൂ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുള്ളൂ. ഫുൾ ഡേ റൺ ചെയ്യുന്നില്ല കേട്ടോ. എന്താണ് അടുത്ത എന്താ പറയുന്നത്, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആർ യൂഷ്വലി അപ്പോയിന്റഡ് ടു ഹാൻഡിൽ ദ OPD അല്ലെ. സാധാരണ OP ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. അവരുടെ സമയവും സന്ദർഭവും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഒരു സ്പെസിഫിക് ടൈം OPDയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. അവര് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. മനസ്സിലായല്ലോ. അവരെന്ന് പറഞ്ഞ് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും കൺസൾട്ടേഷൻ ഡോക്ടർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ജൂനിയർ ഡോക്ടേഴ്സിനെ ടീച്ച് ചെയ്യാനുണ്ടായിരിക്കും, പിന്നെ അവർ പല റിസർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ്, സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അപ്പം അവരായിരിക്കും പൊതുവെ എന്താണ് ഈ പറഞ്ഞ ഈ OPD അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ടൈമും കൂടെ നോക്കിയിട്ടാണ് ആ ഒരു OPD സർവീസ് എന്താണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. മനസ്സിലായത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്. സീനിയർ ഡോക്ടേഴ്സ് അതെ പറയും, സീനിയർ ഡോക്ടേഴ്സ് ആൻഡ് സ്പെസിഫൈഡ് ഡിപ്പാർട്ട്മെന്റ്സ്. അതെ, സീനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. അവര് സ്പെഷ്യലൈസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ഓക്കെ, മെഡിസിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. അവര് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. അവരുടെ കീഴിൽ പഠിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അവരെ പഠിപ്പിക്കണം, അതുപോലെ അവരെ ഗൈഡ് ചെയ്യാൻ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കൂടെ ചിലപ്പോൾ അവരുടെ റിസർച്ച് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ കൺസൾട്ടേഷൻ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതും ക്ലിയർ ആയല്ലോ. ഔട്ട് പേഷ്യന്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, എന്താണ് കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, അത്യാഹിത വിഭാഗമാണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് അവിടെ പറയുന്നത്, ദ ഡിപ്പാർട്ട്മെന്റ് ആൾസോ നോസ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കാഷ്വാലിറ്റി എന്ന് മാത്രമല്ല പറയുന്നത്, എമർജൻസി അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് പറയുന്നത്. ഹാൻഡിൽസ് ദ പ്രോബ്ലം ഓഫ് പേഷ്യൻസ് who have brought by an ambulance in an emergency situations അല്ലെ. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഈ പറയുന്ന കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്കായാലും എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെല്ലുന്നത് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്ക് ആയിരിക്കും അല്ലെ. ഓക്കെ, ഇനി this department works around the clock and is equipped to deal with all kinds of emergencies. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് ദ ക്ലോക്ക് അല്ലെ. ഒരു ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ സമയവും റൺ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെ ആണ്. ആൻഡ് ഈസ് എക്വിപ്ഡ് ടു എന്താണ് ഫർവിംഗ് പ്രീ കൺസൾട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓർ റാപ്പിഡ് റെസ്പോൺസ് ഡിപ്പാർട്ട്മെന്റ്. അതെ അതെ കറക്റ്റ് ആണ് കേട്ടോ, അത് തന്നെയാണ്. എന്താണ് ഇത് ഫുൾ ഡേ അല്ലെങ്കിൽ ഒരു ഫുൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് എക്വിപ്ഡ് ടു ഡീൽ വിത്ത് ഓൾ ടൈപ്സ് ഓഫ് എമർജൻസീസ്. എല്ലാവിധ എമർജൻസികളെ കൈകാര്യം ചെയ്യാനായിട്ട് സജ്ജമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ദ പേഷ്യൻസ് ആർ അസസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ എമർജൻസി അല്ലെ. അതായത് ആ ഒരു രോഗിക്ക് വന്നിട്ടുള്ള പരിക്ക് അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള ആ ഒരു ഗുരുതരാവസ്ഥയുടെ ആ ഒരു അളവിനനുസരിച്ച് കൊണ്ടാണ് അവിടെ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് അവിടെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ. ആൻഡ് ദെൻ ഗിവൺ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അതാണ് ഫർവിൻ പറഞ്ഞ പ്രീ കൺസൾട്ടേഷൻ അല്ലെ. ഗിവൺ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ബിഫോർ ബീയിങ് സെൻഡ് ടു എ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെ. അവരൊരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് അയക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രീ കൺസൾട്ടേഷൻ അഥവാ എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, പെട്ടെന്നുള്ളൊരു നടപടി എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു, വളരെ സിവിയർ ആയിട്ടാണ് നമ്മൾ കാഷ്വാലിറ്റിയിൽ പോകുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിക്കാർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് സ്റ്റേബിൾ ആക്കും അല്ലെ. നമ്മുടെ കണ്ടീഷൻ, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ ഏകദേശം ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷമായിരിക്കും അവര് അപ്പൊ നിങ്ങൾ കാർഡിയോളജിനാണ് കാണിക്കുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അയക്കുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എന്ത് വേണം, ഒരു പെട്ടെന്നുള്ള ഒരു ചികിത്സ അവർക്ക് കൊടുക്കണം അല്ലെ. ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കി മാറ്റണം, എന്നിട്ട് വേണം അവരെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പിന്നീട് അയക്കാനായിട്ട്.
ക്ലിയർ ആയല്ലോ? നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ദ ഡിപ്പാർട്ട്മെന്റ് ആൾസോ നോസ് ദ ആക്സിഡന്റ് ആൻഡ് കൂടെ വായിക്കണം കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ പ്രോബ്ലം ഓഫ് പേഷ്യൻസ് who have brought by an ambulance in an emergency situations. This department works around the clock and is equipped to deal with all kinds of emergencies. The patients are assessed according to the degree of injury or emergency and then given immediate treatment before being sent to a specialized department for ഫർദർ ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു തുടർ ചികിത്സയ്ക്കായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നതിന് മുൻപുള്ള ഉടനടി ചികിത്സ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ് നമ്മുടെ കാഷ്വാലിറ്റി അഥവാ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണോ? ഇവിടെ വരെ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ പറയാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ്? എന്നെക്കാളേറെ കൂടുതൽ അനുഭവവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിതിപ്പോ ഓൺമ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാല് എല്ലാവരും കൂടെ ഒരുമിച്ച് പറയും. എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ക്ലാസ് ഒന്നും കൂടെ ലൈവ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എന്താണ് കാർഡിയോളജി അല്ലെ? കാർഡിയോളജി എന്താന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്ക് വായിക്കാം. കാർഡിയോളജി ഹാർട്ടിന്റെ. The department, as the name indicates, deals with the problems of the human heart or circulation അല്ലെ. അതായത് മനുഷ്യ ഹൃദയത്തിലോ അല്ലെങ്കിൽ രക്തചംക്രമണത്തിലോ ഒക്കെ വരുന്ന പ്രോബ്ലംസുകള്, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് എന്ത് പറയാം? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. ഇനി എന്താണ് കാർഡിയോളജി എന്നുള്ളത് കൃത്യമായിട്ട് ഒരു സെന്റൻസ് ആയിട്ട് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, കാർഡിയോളജി ഇസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദ ഹാർട്ട് അല്ലെ. നിങ്ങൾക്കറിയാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഡിഫക്ട്സ്, ഡിസോർഡറിലേക്ക് രോഗനിർണയവും ചികിത്സയും ഒക്കെ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ഇറ്റ് ട്രീറ്റ്സ് ദ പീപ്പിൾ ബോത്ത് ഓൺ ആൻ ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. അതായത് ഇവിടെ എങ്ങനെയാ പേഷ്യൻസിന് അവര് ചികിത്സ കൊടുക്കുന്നത്? ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിൽ തന്നെ ചികിത്സ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എന്ത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി the biggest area of heart disease treated is coronary artery disease. ഇവിടെ വായിക്കാം. The biggest area of heart disease treated is coronary artery disease. അഥവാ CAD എന്ന് പറയൂ കേട്ടോ. ഡോക്ടേഴ്സ് പൊതുവെ ആ ഒരു മെഡിക്കൽ ടേം ആണ് യൂസ് ചെയ്യുക. CAD എന്നാണ് പറയാ. CAD, CAD എന്ന് വെച്ചാല് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കേട്ടോ. അതായത് ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൃദയ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട, ഇവിടെ പറയുന്ന ഹൃദ്രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. അതെ, പറഞ്ഞു, കറക്റ്റ് ആണ്. CAD ആണ് കേട്ടോ. CAD-ഉം CABG-ഉം. ഓക്കെ, CAD-ഉം CABG-ഉം ആണ് പറയാം കേട്ടോ അതെന്താണുള്ളത്. അതായത് ഹൃദ്രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഗ്ഗസ്റ്റ് ഏരിയ, ബിഗ്ഗസ്റ്റ് ഫീൽഡ്, ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് കേട്ടോ. CAD എന്ന് പറയും. ഈ കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ഹൃദയത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറീസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. കേട്ടോ, എന്താണ് നമ്മുടെ ഹൃദയത്തിന് രക്തം കൊടുക്കുന്നത്? എങ്ങനെയുള്ള രക്തമാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്നത് കേട്ടോ. ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറി, ധമനികളെയാണ്, ആർട്ടറി എന്ന് വെച്ചാൽ ധമനി എന്നാണ് കേട്ടോ. ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ശരീരത്തിന് രണ്ട് കൊറോണറി ആർട്ടറീസ് ആണ് ഉള്ളത്. അതായത് റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറീസ് ഉണ്ട്. അപ്പൊ ശരിക്കും എന്താണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാല്? അതായത് ഈ ആർട്ടറി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹൃദയത്തിന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ വരും. ഈ ബ്ലഡിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൂടെയൊക്കെ കഴിക്കുന്ന കൊളസ്ട്രോൾ, ഫാറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടി ഈ ബ്ലഡിന്റെ അടുത്ത് കൂടെ പോകും. ആർട്ടറിയിലൂടെ പോകുമ്പോൾ ഈ പറഞ്ഞ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഒക്കെ ഈ ആർട്ടറിയിൽ സ്റ്റിക്ക് ചെയ്യും, പറ്റി പിടിച്ചിരിക്കും.
പിന്നെ അതൊരു പ്ലേക്ക് ആയി അവസാനം അത് റപ്ചർ ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറീസിൽ വിള്ളലുകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല ആ ഒരു ആർട്ടറി ബ്ലോക്ക് ആവും. ഇതിങ്ങനെ അടിഞ്ഞുകൂടി ബ്ലോക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ ആ ബ്ലഡിന്, ഓക്സിജനേറ്റഡ് ബ്ലഡിന് എന്താണ് വളരെ ഫ്ലുവന്റ് ആയിട്ട് ഒഴുകാനായിട്ട് പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു ബ്ലോക്കേജ് വരുന്ന ഒരു അവസ്ഥ, ബ്ലോക്കേജ് വന്ന ഇതാണ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കേജ് വന്ന് പിന്നെ അതൊരു റപ്ചർ ആവാൻ തുടങ്ങും. അപ്പോഴാണ് ഈ പറഞ്ഞ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ സിംറ്റംസുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ആണോ? ഓക്കെ പറഞ്ഞു. ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ പറഞ്ഞു. ആ പർവീന അറിയാലോ ഇതൊക്കെ. അപ്പൊ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. കാഡ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എഴുതി വെച്ചോളൂ, നിർബന്ധമില്ല. ഓക്കെ പറഞ്ഞു. ഒരുപാട് കേസസ് ഡീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ എഴുതണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. കാഡ് എന്ന് പറഞ്ഞാല് ദിസ് ഡിസീസ് is a narrowing or blockage of coronary artery which supply oxygen rich blood to your heart. മനസ്സിലായോ? എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ narrowing or blockage of coronary arteries which supply oxygen rich blood to your heart. മനസ്സിലായല്ലോ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ ആർട്ടറിയിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് കേട്ടോ, ആ ഒരു ബ്ലോക്കേജിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്ലോക്ക് വരുന്നതിന് മനസ്സിലായല്ലോ? ഈ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് അതിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. എന്താണ് ശരണ്യ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം കേട്ടോ. കാഡ് എന്ന് പറഞ്ഞാല് എത്തിക്കോളും മോളെ. ദിസ് ഡിസീസ് ഈസ് എ ഈ ഒരു രോഗം എന്ന് പറയുന്നത് ദിസ് ഡിസീസ് ഈസ് എ നാരോ ആവാം. അതായത് അത് കൊളസ്ട്രോൾ പറ്റിപ്പിടിച്ച് അതിന്റെ ആ വിടുത്ത് കുറയും. അതാണ് നാരോ ആവും കേട്ടോ. narrowing or blockage of coronary arteries which supply oxygen rich blood to your heart. എന്താണ് മേരിസ്റ്റെല്ല? ടൈപ്പ് ചെയ്യണോ? ഒന്നുകൂടെ ഞാൻ പറയാം. ടൈപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം പോണ പോലെ ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇനി ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ദിസ് ഡിസീസ് ഈസ് എ narrowing narrowing or blockage blockage of coronary arteries. coronary 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 arteries ARTERIES coronary artery എന്ന് വെച്ചാൽ ധമനിയാണ് കേട്ടോ. ധമനിയാണ്. arteries which supply oxygen rich blood to your heart. കിട്ടിയല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഗംഗ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗംഗ എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കണേ. കിട്ടാത്തവരൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആർട്ടറിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്നതാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ ആർട്ടറികളിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കൊളസ്ട്രോൾ ഒക്കെ വരാം. നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് പാസ് ചെയ്യുമ്പോൾ ഈ ആർട്ടറിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് ഈ ആർട്ടറിയിൽ സ്റ്റിക്ക് ചെയ്യപ്പെടും, പറ്റിപ്പിടിച്ചിരിക്കും. പിന്നെ അതങ്ങനെ കാലക്രമേണ അത് കൂടി അവസാനം എന്താകും? അതൊരു പ്ലേക്കായി റപ്ചർ ആവാൻ തുടങ്ങും, വിള്ളല് വരാൻ തുടങ്ങും ആർട്ടറീസിൽ. അപ്പോ അവിടെ ബ്ലോക്ക് വരികയും ഈ പറഞ്ഞ വേണ്ടത്ര ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്തിപ്പെടാതെ വരും. ആ ഒരു അവസ്ഥയാണ് എന്ത്? നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോൾ തന്നെ 2 തരം ഉണ്ട് കേട്ടോ. ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഇവിടെ വരുന്ന കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ആണ്, LDL എന്ന് പറയും. LDL ഓക്കെ.
രണ്ട് തരം കൊളസ്ട്രോൾ ഉണ്ട്, അതൊന്നും നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് പറയുന്നു മാത്രം കേട്ടോ. ഇനി ഗുഡ് ആൻഡ് ബാഡ്, അതെ ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ബാഡ് കൊളസ്ട്രോൾ ആണ്, LDL എന്ന് പറയൂ കേട്ടോ, ലോ ഡെൻസിറ്റി ലിപ്പിഡ്സ് ആണത്. ഓക്കെ, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിക്കേ, എക്സാമ്പിൾ എന്താണ്? ആൻജിന. ആൻജിന എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ആൻജിന എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വേണ്ടത്ര ഓക്സിജനേറ്റഡ് ബ്ലഡ് പോകാതെ വരുമ്പോൾ നമ്മൾക്ക് നെഞ്ചിനുണ്ടാകുന്ന വളരെ അതിശക്തമായ ഒരു പെയിൻ വരില്ലേ, ഭയങ്കര നെഞ്ചുവേദന, അതിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം തന്നെ കൊറോണറി ആർട്ടറി ഡിസീസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. കൊറോണറി ആർട്ടറി ഡിസീസിന് എക്സാമ്പിൾ ആണ് ആൻജിന എന്ന് പറയുന്നത്. ആൻജിന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്കേജ് വരുമ്പോൾ വേണ്ടത്ര ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തില്ല, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തില്ല. അപ്പൊ അതിശക്തമായിട്ട് നമുക്ക് നെഞ്ചിൽ അനുഭവപ്പെടുന്ന ആ ഒരു പെയിൻ, ആ വേദന, അതിനെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത് കേട്ടോ. ഈ ശരിക്കും പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സെയിം കാരണങ്ങൾ തന്നെയാണ് കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. സെയിം കാരണങ്ങൾ തന്നെയാണ്. ആൻജിന കിട്ടിയല്ലോ. പിന്നെ വരുന്നതാണ് നേരത്തെ നമ്മുടെ ഫർവീൻ പറഞ്ഞ കാബ്ജ് അല്ലെ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അത് അസുഖമല്ല, ഈ ഇതിന് വരുന്ന ഒരു പ്രൊസീജിയർ ആണ്, നമ്മൾ അതിന് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് കേട്ടോ. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ബൈപ്പാസ് സർജറി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സെയിം സാധനം, കാബ്ജ് എന്നാണ് പറയും. കാബ്ജ്, CABG എന്നാണ് പറയാ കേട്ടോ. അതെ, സർജറി ആണ് കേട്ടോ, സർജിക്കൽ പ്രൊസീജിയർ ആണ് അത് കേട്ടോ, കാബ്ജ് എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്നാണ് പറയുക. ബൈപ്പാസ് സർജറി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? സെയിം സാധനം തന്നെ. അതാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതെ, അതെ പറഞ്ഞു, മേജർ സർജറിയാണ്. ഒരു എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മരം വീഴാന്ന് വിചാരിക്കും, ഒരു മരം വീഴുമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ആ മരം അവിടെ കിടക്കണ നമുക്ക് ആ വീട്ടിലേക്ക് എത്താനായിട്ട് പറ്റില്ല അല്ലെ. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മരം വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ തിരിഞ്ഞ് റീറൂട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയാ വീട്ടിലേക്ക് എത്താനായിട്ട് നോക്കും അല്ലെ. എന്നതുപോലെ തന്നെയാണ് ഇവിടെ കേസ്. അതായത് കൊറോണറി ആർട്ടറിയിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് എത്താൻ പറ്റില്ല? നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയാമോ? വേറെ ഏതെങ്കിലും ആർട്ടറീസിലൂടെ വേറെ ഏതെങ്കിലും ആർട്ടറീസ് ഈ പറഞ്ഞതുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് റീറൂട്ട് ചെയ്ത് വിടും, ബൈപ്പാസ് ചെയ്തിട്ട് വേറെ വഴിയിലൂടെ ഹൃദയത്തിലേക്ക്, അതായത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതെപ്പോഴാണ് ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ബ്ലോക്കേജ് ഉണ്ടാകുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ആ ബ്ലോക്കേജിനെ മാറ്റാം. അതായത് ആ വഴി ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ ബ്ലഡിനെ വേണമെങ്കിൽ പാസ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് വിടാം. പക്ഷെ ചില കേസിൽ എന്ത് സംഭവിക്കില്ല? അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മരം മറിഞ്ഞു ചാടി, അപ്പൊ നമുക്ക് ആ മരം കിടക്കുന്നതന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ വഴിയിലൂടെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയും റീറൂട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ മരം വേണമെങ്കിൽ മുറിച്ചിട്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെ. അങ്ങനെ ഇടാൻ പറ്റാത്ത സാഹചര്യം എന്ന് വിചാരിക്കും. ഇപ്പൊ മരം മുറിച്ചു, ഈ മരം മുറിച്ചിട്ട് അങ്ങോട്ടും ഇടാനും സ്ഥലമില്ല, ഇങ്ങോട്ടും ഇടാനും സ്ഥലമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറെ റൂട്ട് ഉണ്ടാക്കും. അത് തന്നെയാണ് ഈ പറഞ്ഞ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഈ കൊറോണറി ആർട്ടറിയിലൂടെ ബ്ലോക്കേജ് വന്നു, വേറെ വഴിയില്ല, അതായത് ആൻജിയോപ്ലാസ്റ്റി ഒന്നും ചെയ്ത് ബ്ലോക്ക് മാറ്റാൻ അതിന് നിവൃത്തിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ആർട്ടറി എടുത്തിട്ട് ഈ പറഞ്ഞ കൊറോണറി ആർട്ടറി ആയിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അറ്റാച്ച് ചെയ്യും. ഈ പറഞ്ഞ ബ്ലോക്കേജിന്റെ മുകളിലോ താഴെയായിട്ട് കൊറോണറി ആർട്ടറിയുടെ അറ്റാച്ച് ചെയ്തിട്ട് ആ പുതിയ ആർട്ടറിയിലൂടെ എന്തിനെ കടത്തിവിടും? ബ്ലഡിനെ കടത്തിവിട്ട് എവിടേക്ക് എത്തിക്കും? നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പുതിയ ആർട്ടറി നമ്മൾ എടുത്ത് വെക്കുന്നു പറഞ്ഞില്ല, അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിനെ ആ ന്യൂ ബ്ലഡ് വെസലിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയാം കേട്ടോ. ആ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പുതിയ ബ്ലഡ് വെസൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് അതിന്റെ പേര് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതെ പർവീൻ, ഇറ്റ് ഇംപ്രൂവ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട്. അതെ, പർവീൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ പറ്റും. വളരെ മേജർ സർജറി ആണ് കേട്ടോ, ഓപ്പൺ ഹാർട്ട് സർജറി ആണ്. അറിയാലോ നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് പേര് പറഞ്ഞു പോയത് കാരണോട്ട് പറഞ്ഞിട്ട് കാബ്ജ് എന്നാണ് കേട്ടോ പറയാം. കാബ്ജ് CABG. ഓക്കെ, അതുപോലെ കൊറോണറി ആർട്ടറി ഡിസീസിന് നമ്മൾ ചുരുക്കി CAD എന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ് കാർഡ് കയറി ഇവിടെ വരെ എത്തിയുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ ടൈം ഏകദേശം ഓവറായി.
അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. നമ്മൾ ഇന്നടുത്ത ക്ലാസ്സിനകത്ത് നമ്മൾ എന്താ പറയാ, ഇൻപേഷ്യൻ സർവീസസ് പറഞ്ഞു, ഔട്ട് പേഷ്യൻ സർവീസസ് പറഞ്ഞു, പിന്നെ OPD പഠിച്ചു, കാഷ്വാലിറ്റി പഠിച്ചു, കാർഡിയോളജി പകുതി വരെ നിർത്തിയേക്കാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ, ചോദിച്ചോളൂ. കൊറോണറി ആർട്ടറി ഒന്നുകൂടി പറയാമോ മാം? കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് മോള് ചോദിക്കുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് കൊറോണറി ആർട്ടറി എന്നൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കാം. അതായത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ആർട്ടറി എന്ന് വെച്ചാൽ അതിന്റെ മലയാളം ധമനി എന്നാണ്. വെയിൻ എന്ന് പറഞ്ഞൊരു സ്ഥിര, ഇത് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊടുക്കുന്ന ആ ഒരു ധമനികളെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. അതിനുണ്ടാകുന്ന ബ്ലോക്കേജ് ആണ് കേട്ടോ. സെന്റൻസ് ആണോ ഹസ്നയ്ക്ക് വേണ്ടത്? ദ ഡിസീസ് ഈസ് എ നാരോയിങ്, the disease is a narrowing or blockage of coronary arteries which supply oxygen rich blood to your heart. അതിലുണ്ടാവുന്ന ബ്ലോക്കേജ് ആണ് കേട്ടോ. കിട്ടിയാ? ഹസ്ബി അല്ലേ ചോദിച്ചത്? കിട്ടിയാ? ക്ലിയർ ആണ് മാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഉണ്ടോ? മിസ് CAD പറഞ്ഞില്ലേ, കൊറോണറി ആർട്ടറി ഡയഗ്നോസിസ് ഡിസീസസ്, അതേപോലെ തന്നെ CAG എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സർജറി അല്ലേ, ചെറിയ മൈനർ ആയിട്ടുള്ള കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്? CAG ആണോ ചോദിച്ചത്? CAG അതിനെ കുറിച്ച് എനിക്കറിയില്ല. CAG ഞാൻ ക്യാപ്ച് കേട്ടിട്ടുണ്ട്, CABG അത് കേട്ടിട്ടുണ്ട്. CABG അത് ബൈപ്പാസ് സർജറിന്റെ. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി അതുപോലെ അതുള്ളതാണ് ഈ പറഞ്ഞ CAG അല്ലേ? കൊറോണറി CABG രണ്ട് സർജറി. പർവീൻ വർക്ക് ചെയ്തിരുന്നു അല്ലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറെ കൂടെ അറിവുകൾ കിട്ടാൻ നന്നായി. പർവീന്റെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ 2 മാസം നിന്നിട്ടുള്ളൂ ഇവിടെ കാലിക്കറ്റ് സ്റ്റാഫ് കെയർ ഹോസ്പിറ്റലിൽ. ശരി. ഓക്കെ ട്ടോ പർവീൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കാര്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങൾ പർവീനിലൂടെ എല്ലാവർക്കും കേൾക്കാമല്ലോ. ഞാൻ OP-ലും ICU-ലും കാത്ത് ലാബിലും ആയിട്ടാണ് നിന്നത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പർവീനോട് ചോദിക്കാം. പർവീൻ അതിലൊക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. വായിച്ചു നോക്കണേ. അപ്പൊ താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരും കേട്ടോ. ആതിര മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.